വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവ്. ആലപ്പുഴയിലുള്ള സുഹൈർ ഉസ്താദിനെ അറിയാത്തവരുണ്ടാവില്ല. ഈ സുഹൈർ ഉസ്താദിനെതിരെ വളരെ മോശം ഭാഷയിൽ ഒരു സംഘി യുവതിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു, ലസിത പാലക്കൽ. ഇപ്പോൾ ലസിത പാലക്കൽ സുഹൈർ ഉസ്താദിനെ കുറിച്ച് പറയുന്നൊരു ഭാഷ ഉണ്ടല്ലോ, ഭയങ്കര അറപ്പ് തോന്നി എനിക്ക് ആ ഭാഷ കണ്ടപ്പോൾ. അപ്പോൾ ഇങ്ങനെ ലസിത പാലക്കൽ എന്തിനാണ് സുഹൈർ ഉസ്താദിനെ വിമർശിക്കുന്നതെന്ന് വെച്ചാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ഭാഗത്ത് നാരായണെന്നോ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു പഴയകാല RSSകാരൻ മരണപ്പെട്ടു. 2 ഭാര്യയുണ്ട്, മക്കളുണ്ടൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒടുവിൽ ഇവരെ അന്ത്യകർമ്മങ്ങൾ നടത്തിയത് അവിടുത്തെ ഒരു മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഇർഫാന ഇക്ബാലാണ്. ഇത് ആര് പറഞ്ഞു? ഇതിനെക്കുറിച്ച് കുറേ വ്യാജ വർത്തമാനങ്ങൾ ഈ സംഘികൾ പ്രചരിപ്പിച്ചിരുന്നു. ഇതാര് പൊളിച്ചടക്കി? ഈ ഒരു അൻസാരി സുഹരി പൊളിച്ചടക്കി. ഇതിനാണ് അൻസാരി സുഹരിക്കെതിരെ ഈ ഒരു ലസിത പാലക്കൽ വളരെ മോശം വർത്തമാനം പറഞ്ഞു. അപ്പോൾ സംഘികളുടെ നുണകൾ പൊളിച്ചടക്കിയതാണ് പ്രശ്നം. ആരുടെ പ്രശ്നം? ലസിത പാലക്കലിൻ്റെ പ്രശ്നം. ലസിത പാലക്കൽ പറഞ്ഞ വാക്കുകളൊന്ന് കേട്ടോക്ക്. ഉസ്താദേ, ഞാനിതാ പിന്നെയും വന്നു. ഞാൻ എന്തിനാ വന്നതെന്നറിയാവുക? ഉസ്താദ് ഇന്നലെ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, വൈഷ്ണവജനതേ. ആ പാട്ട് അതെന്ത് പാട്ടാന്ന് ഉസ്താദിന് അറിയാവുക? അതൊരു സിനിമയിൽ പാടുന്ന പാട്ടാണ്. പരിഹസിച്ചിട്ടാണെങ്കിലും തനിക്കൊക്കെ പരിഹാസം മാത്രമല്ലേ അറിയൂ. സത്യസന്ധത എന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ. ഞാൻ ഈ ലോകത്തിൽ വെച്ചിട്ട് തന്നെ പറയാം, ഇങ്ങനെയുള്ള ഒരു ഉസ്താദിനെ ആദ്യമായിട്ട് കാണുകയാണ്. മറ്റുള്ള ആൾക്കാർ, അതായത് RSSകാർ മാത്രം കുറ്റം പറയുന്ന ഒരു ഉസ്താദ്, അതാണ് അൻസാരി ഉസ്താദ്. മറ്റുള്ള ആൾക്കാരൊന്നും ഞാൻ പറയുന്നില്ലേ. ഈ അൻസാരി ഉസ്താദിനെ പറ്റിയിട്ട് നമുക്കൊന്ന് പറയാം. കാരണം എന്താന്നാ, ഇന്നലെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഈ മൃതദേഹം മറവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അപ്പൊ അൻസാരി ഉസ്താദ് വന്നിട്ടുണ്ട്, കുറ്റം പറയേ ആംബുലൻസേ അതൊരു കുറ്റം പറയാനായിട്ട് വന്നിട്ടുണ്ട് ഈ അൻസാരി ഉസ്താദ്. ഈ അൻസാരി ഉസ്താദിന്റെ വിചാരം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് RSSകാർ മാത്രം കുറ്റം പറയാനായിട്ട് ജനിക്കുന്നതാന്ന് തോന്നുന്നു അൻസാരി ഉസ്താദ്. അതെ, എന്താ ചെയ്യാ, പാവങ്ങളെ സഹായിക്കുന്നു, ഹിന്ദുക്കളെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അൻസാരി ഉസ്താദ് RSSകാർ മാത്രം കുറ്റം പറയുന്നുള്ളത്, അതെന്താ ഉസ്താദേ? ശരിയാണോ ഉസ്താദേ? എന്തുവാടേ? ഞങ്ങൾ ആ ഉസ്താദിന്റെ പേരങ്ങ് മാറ്റിക്കളയും, അൻസാരി എന്ന് മാത്രം ആക്കിക്കളയും. കാരണം എന്തുകൊണ്ടാണെന്നറിയാം, താൻ ഉസ്താദിനെ പറ്റി, ഉസ്താദ് എന്ന് പറയുന്നത് നമ്മളെയൊക്കെ മനസ്സിലൊരു ഉസ്താദുമാരുണ്ട്, പീഡിപ്പിക്കുന്ന ഉസ്താദുമാരല്ലേ. ഇന്നലെ വലിയൊരു വിഷയം ഉണ്ടായിട്ടുണ്ട് തലശ്ശേരിയിൽ. ഉസ്താദ് പീഡിപ്പിച്ചു, 18ഓളം ചെറിയ മക്കളെ പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് പ്രേരണയാക്കിയിട്ടുണ്ട്. ഇതൊന്നും ഉസ്താദ് അറിയില്ല. ഇതെന്തുകൊണ്ടാ ഉസ്താദ് അറിയാത്തത്? ഉസ്താദിന് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഉസ്താദ് വെറും RSSകാർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി നിൽക്കുന്നതല്ലേ. ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഉസ്താദ് നോക്കി നിൽക്കുന്നുണ്ടാവും. കാരണം ഞാനല്ലേ വീഡിയോ ചെയ്യുന്നത്. കാരണം 2-3 ആൾക്കാരുടെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഉസ്താദ് പരിഹസിക്കുന്ന ഒരു വീഡിയോ. അന്ന് മുതൽ ഞാൻ വിചാരിച്ചിരുന്നു ഉസ്താദിനെ പറ്റിയിട്ട് 2-3 വീഡിയോ ഒന്ന് നിരന്തരം ചെയ്യണം എന്നുള്ളത്. പക്ഷേ എന്ത് പറയാനാ ഉസ്താദെ, സമയമില്ല ഉസ്താദെ. അൻസാരി ഉസ്താദെ. അപ്പൊ അൻസാരി ഉസ്താദ് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആംബുലൻസിൻ്റെത്. എന്റെ സേവാഭാരതി അല്ല ചെയ്തത്, ഇർഫാനാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ചാനലിലൊക്കെ വന്നിട്ട് കാണുവാ ഉസ്താദെ. ജനം മാത്രല്ല, മനോരമയിലൊക്കെ വന്നിട്ടുണ്ട് ആരാണ് മറവ് ചെയ്തത് എന്നൊക്കെ. അപ്പൊ ഉസ്താദ് കാണണേ ഉസ്താദെ. കണ്ടിട്ട് അല്ലാ പാടണം കേട്ടാ. ശരി, എന്തായാലും. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇവരെ കള്ളത്തരം മാറി പിടികൂടി, അൻസാരി സുഹൈർ ഉസ്താദ് പിടികൂടി. അതിനും സുഹൈറിനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഒരു വർഗീയവാദിയാക്കി, അടുത്തൊരു മദനിയാക്കാൻ അവർ ഭയങ്കര ശ്രമം നടത്തുന്നുണ്ട് ഇയാളെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇയാൾ ഒരു പടിക്ക് വിട്ടുകൊടുക്കില്ല. അപ്പോൾ ഉസ്താദുമാർ പരിഹസിക്കണം. ഇവരെ പോലെയുള്ള ആളുകളെ ഇതേ ഭാഷയിൽ തന്നെ എന്ത് ചെയ്യണം, പ്രതികരിക്കണം. അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം ഇതാണ്. കാസർഗോഡ് ഭാഗത്തൊരു നാരായണൻ എന്ന് പറയുന്ന 64 വയസ്സുള്ള ഒരാൾ തെരുവിൽ കിടന്ന് മരിച്ചു. ക്യാൻസർ ആയിരുന്നു. തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത ഒരാൾ, 2 ഭാര്യയുണ്ട്, എല്ലാവരും ഉപേക്ഷിച്ചു, ആരും ചികിത്സ പോലും കൊടുത്തിരുന്നില്ല. അങ്ങനെ ആ വീട്ടുകാർ മരിച്ചപ്പോൾ വീട്ടുകാരെടുത്ത് കൊണ്ടുപോയി ഞങ്ങളെ കൊണ്ട് പറ്റൂല, വിട്ടുകൊടുത്തു. ഇർഫാന ഇക്ബാലിനെ എഴുതി കൊടുത്തു, ഇതിലെഴുതി കൊടുത്തു, നിങ്ങൾ ഖബറടക്കിക്കോളൂ ഞങ്ങളുടെ മതാചാര പ്രകാരം. അങ്ങനെ ഇവരൊരു സമിതി നടത്തുന്നുണ്ട്, ഇങ്ങനെ വൃദ്ധന്മാർ, ഉപേക്ഷിക്കപ്പെട്ട ആളുകളെയൊക്കെ ഒരു ഓൾഡ് ഏജ് ഹോം. അപ്പോൾ അതിലെല്ലാ മതക്കാരുണ്ട്, ഒരു സ്വാമിജി ഉണ്ട്. കാരണം ഏതെങ്കിലും ഹിന്ദുക്കളുണ്ടെങ്കിൽ അവർ അന്ത്യകർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി. അങ്ങനെ ഇർഫാന ഇക്ബാൽ ഏറ്റെടുത്തിട്ട് ആ പർദ്ദ ഇട്ട ഇർഫാന ഇക്ബാൽ ഇവരുടെ അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഇത് വലിയ വാർത്തയായപ്പോൾ ഇതൊക്കെ കള്ളത്തരമാണ്, ഇതൊക്കെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയാണ്. ഇവർ ഭയങ്കരമായിട്ടുള്ള വ്യാജ പ്രചരണം. ആ വ്യാജ പ്രചരണം ആര് പൊളിച്ചടക്കിയതാണ് ഈ പ്രശ്നം. ഈ വിഷയത്തിൽ ഇത് നല്ലൊരു മാതൃകയായ കാര്യം ഇർഫാന ഇക്ബാൽ ചെയ്തത്. ആ വിഷയത്തെക്കുറിച്ചിട്ട് ഇർഫാന ഇക്ബാലിന് പറയാനുള്ള കാര്യങ്ങളൊന്ന് കേട്ടോക്ക്.
അതായത് നമുക്ക് അവിടുന്ന് ഓൺ കോൾ വന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു നാരായണൻ എന്ന വ്യക്തിയെ നമ്മുടെ ഷേഖ് സായിദ് ഫൗണ്ടേഷൻ്റെ അണ്ടറിൽ വരുന്ന ഓൾഡ് ഏജ് ഹോമിലേക്ക് ഏറ്റെടുക്കാൻ വേണ്ടി പോയ ആളുകളാണ്. പോയ സാഹചര്യത്തിൽ നമ്മൾ കണ്ടത് അദ്ദേഹത്തെ ആ ഒരു സാഹചര്യം വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളൊരു ആ ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോലീസിനെ അറിയിക്കുകയും ഫർദറായിട്ട് നമ്മൾ ജില്ലാ കളക്ടറെയും വിളിച്ച് അവിടെ നിന്ന് ജില്ലാ കളക്ടർ ഇടപെട്ടാണ് നമ്മൾ DMO ത്രൂ ആയിട്ട് പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ഈ വ്യക്തിയെ ഷിഫ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഫർദർ ട്രീറ്റ്മെൻറ്റിന്, അതായത് അവരുടെ ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു, ഫർദർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും അവിടെ 1 മാസത്തോളമായി അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഇൻ കേസ് അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതിജീവിക്കുകയാണെങ്കിൽ, ആ ഒരു ക്യാൻസറിൽ നിന്ന് അതിജീവിക്കുകയാണെങ്കിൽ നമ്മൾ ട്രസ്റ്റിലേക്ക് ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചു. അത് നമ്മൾ ഈ നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സിസ്റ്ററായ കമലയ്ക്ക് വാക്കും കൊടുത്തതാണ്. അതിനനുസരിച്ചാണ് അദ്ദേഹം മരിച്ചതിന് ശേഷം നമുക്ക് ഫോൺ കോൾ വന്ന് മരിച്ചു. അതനുസരിച്ച് നമ്മൾ അവിടെ സിസ്റ്റർക്ക് വിളിച്ചു, നിങ്ങൾ ആ ബോഡിയെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ അവർ തയ്യാറായില്ല. നമ്മൾ ഓൾറെഡി വാക്ക് കൊടുത്തത് കൊണ്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ തന്നെ ഏറ്റെടുക്കാമെന്ന് വിചാരിച്ച് ചെയ്ത ഒരു കർമ്മം കൂടിയാണ്. സേവാഭാരതിയുടെ പ്രവർത്തകർ അന്ന് അവിടെ ഉണ്ടായിരുന്നു, അതല്ല നിങ്ങളും ആ സഹപ്രവർത്തകരുമായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്? കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ സേവാഭാരത് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. ഇതിനു മുമ്പും പല കാര്യങ്ങളും എല്ലാ സംഘടനകളും അതൊരു ട്രസ്റ്റ് ആയതുകൊണ്ട് അവിടെ എല്ലാ സംഘടനയുള്ള ആളുകളും വരാറുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഒരു സംഘടനയും ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ഒരു ട്രസ്റ്റ് ആയതുകൊണ്ടും അവിടെ ഏതോ ഒരു ജാതി മത വ്യത്യാസം ഇല്ലാതെയാണ് എല്ലാം പോയിക്കൊണ്ടുള്ളത് നിലവിൽ. ഇതിനെ ഒന്ന് കൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. ഈ ഒരു വിഷ്വൽ, മിഞ്ഞാന്നത്തെ നാരായണൻ എന്ന വ്യക്തിയുടെ ബോഡി ദഹിപ്പിക്കുന്ന വിഷ്വൽ കാണാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അതിൽ കാണുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും, അതായത് KF ഇക്ബാൽ എന്ന വ്യക്തിയും, പിന്നെ നമ്മുടെ PROയും, അതുപോലെ നമ്മുടെ കോർഡിനേറ്ററും, കൊണ്ടുവന്ന ആംബുലൻസ് ഡ്രൈവറും, പിന്നെ നമ്മുടെ ഷെരീഫ് ചിനാല മെമ്പറും, അവരെ കൂടെ വന്ന 2 ആളുകളും, പിന്നെ നമ്മൾ എന്തെങ്കിലും ഇൻ കേസ് നമ്മുടെ എത്രത്തോളം മതവിശ്വാസപരമായിട്ടാണ് നമ്മൾ ഓരോ ബോഡിയും ദഹിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇത് ഹിന്ദു ആചാരപ്രകാരം ദഹിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ കൊണ്ടയൂർ സ്വാമിനാണ് കോൺടാക്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബോഡി ഡെത്തായ സമയത്ത് നമ്മൾ കൊണ്ടയൂർ സ്വാമിനെ കോൺടാക്ട് ചെയ്തിരുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് അല്ലെങ്കിലും ട്രസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്തു തരുന്നത് ഈ കൊണ്ടയൂർ സ്വാമിയാണ്. അവർ നമ്മുടെ ഈ ട്രസ്റ്റിൻ്റെ ചീഫ് പാർട്ടനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് വിളിച്ചറിയിച്ചു. ബാക്കി കാര്യങ്ങളും അവർ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട്. അതുപോലെ ഹെൽപ്പ് ചെയ്ത് തന്നതാണ്. കൂടെ അവരുടെ പൊതു ശ്മശാനാണ്. അത് എന്തായാലും ഒരു കമ്മിറ്റിയും കാര്യങ്ങളുണ്ടാവും. ആ കമ്മിറ്റിയിലുള്ള ഒരു അംഗമാണ് രഘു എന്ന് പറയുന്ന ഈ വ്യക്തി. സ്വാഭാവികമാണ് അവിടെ ഒരാൾ ഉണ്ടായിരിക്കണം. അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. ഇല്ല നമ്മൾ പറയുന്നില്ല. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വിഷ്വലിൽ അത് കാണാൻ പറ്റും, വീഡിയോസിൽ കാണാൻ പറ്റും. നമ്മളൊന്നും ഓർപ്പിച്ചിട്ട് വെച്ചിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ഹൈഡ് ചെയ്തിട്ട് കാര്യം ചെയ്തതല്ല. എല്ലാം കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്കെതിരെ പ്രതികരിച്ചതാണ് ഇപ്പോൾ ആരെ പ്രശ്നമായത്. അൻസാരി ഉസ്താദ് ചെയ്ത തെറ്റിപ്പോൾ എന്താണ്? ഇവർ പറഞ്ഞ് സംഘികൾ പറഞ്ഞ് ഞങ്ങളുടെ ആൾക്കാരാണ് കബറടക്കിയത്, ആംബുലൻസ് പോലും ഞങ്ങളുടേതാണ്, സേവാഭാരതിക്കാരാണ്. എന്തിനാണ് ചങ്ങായി ജീവിച്ചിരിക്കുമ്പോൾ പോലും നോക്കാത്ത ആളാണ്. ഈ നാരായണൻ എന്ന് പറഞ്ഞ ആൾ നല്ല കാലത്ത് ഭയങ്കര മുസ്ലിം വിരോധി ആയിരുന്നു. പക്ഷെ അവസാനം നിങ്ങൾക്ക് ചിതയൊരുക്കാനും ആരെ ഉണ്ടായിട്ടുള്ളൂ? ഒരു മുസ്ലിം വനിത ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഈ വിരോധം വിദ്വേഷമൊക്കെ കാണിക്കണം എന്തിനാണ്? മനുഷ്യരായിട്ട് എല്ലാവരും കാണാം, എല്ലാവരും പരസ്പരം ഏത് മതങ്ങളും ജാതികളും സംഘടനയൊക്കെ ആയിക്കോട്ടെ, പരസ്പരം മനുഷ്യനായിട്ട് കണ്ടാൽ പോരെ.